എല്ലാവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. മൈഗ്രെയിൻ മരണത്തിന് കാരണമാകുമോ? വിദഗ്ധന്മാർ എന്തു പറയുന്നുവെന്ന് നോക്കാം. അമിത ജോലി, സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റു ചില അവസ്ഥകൾ എന്നിവ കാരണം മിക്ക ആളുകൾക്കും തലവേദന ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്നാൽ എല്ലാ തലവേദനയും സാധാരണമായി കണക്കാക്കുന്നത് ശരിയല്ല. ചിലതരം തലവേദനകളും മൈഗ്രെയിന് കാരണമാകും. മൈഗ്രെയിൻ ഒരു തരം തലവേദനയാണ്, പക്ഷേ ഈ വേദന വളരെ തീവ്രമാണ്. മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നത് പോലെ ഒരു സംവേദനം സംഭവിക്കുന്നു. പലപ്പോഴും ഓക്കാനം, ഛർദി, ചെവിയിൽ പലതരം ശബ്ദങ്ങൾ കേൾക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ മൈഗ്രെയിന് കാരണമുണ്ടാകുന്നു. മൈഗ്രെയിന്റെ വേദന വളരെ തീവ്രമാണ്. അത് കുറച്ചു മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കും. മൈഗ്രെയിന്റെ വേദന ഒരുതരം മരണവേദനയാണെന്ന് അനുഭവസ്ഥർ പറയാറുണ്ട്. എന്നാൽ ശരിക്കും മൈഗ്രെയിൻ മരണത്തിന് കാരണമാകുമോ? അതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. മൈഗ്രെയിൻ മരണത്തിന് കാരണമാകുമോ? മൈഗ്രെയിൻ പ്രശ്നം വളരെ അസഹനീയമാണെന്ന് തീർച്ചയായും സത്യമാണ്. ഇതുമൂലം രോഗികൾ വളരെ അസുഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. എന്നാൽ മൈഗ്രെയിൻ പ്രശ്നം മൂലം ആരും മരിക്കാറില്ല എന്നത് വേറെ കാര്യം. വാസ്തവത്തിൽ മൈഗ്രെയിൻ എന്ന പ്രശ്നത്തെ മാരകമാണെന്ന് വിളിക്കുന്നത് ശരിയല്ല. ഇത് ചിലപ്പോൾ മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായിരിക്കാം. എന്നിരുന്നാലും മൈഗ്രെയിൻ ഒരു വ്യക്തിക്ക് വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ വന്നേക്കാം. അതിന്റെ വേദന അസഹനീയവുമാണ്. ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സാധാരണ ജീവിതശൈലി താളം തെറ്റുന്നു. ഇതൊക്കെയാണെങ്കിലും മൈഗ്രെയിൻ എന്ന പ്രശ്നത്തെ മരണവുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയല്ല. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മൈഗ്രെയിൻ എന്ന പ്രശ്നം വളരെ കാലം നിലനിൽക്കുന്നതാണെങ്കിൽ ഗുരുതരമായ പല രോഗാവസ്ഥകളും നിങ്ങളിൽ ഉണ്ടാകാം. സ്ട്രോക്ക് മുതലായവയുടെ അപകട സാധ്യതയും ഇതിൽ ഉൾപ്പെടുന്നു. മൈഗ്രെയിൻ ലക്ഷണങ്ങൾ: തലയുടെ ഒരു ഭാഗത്ത് കഠിനമായ വേദന, ഛർദി, ഓക്കാനം, മരവിപ്പ്, ശബ്ദത്തോടും വെളിച്ചത്തോടുമുള്ള സംവേദനക്ഷമത എന്നിങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. സാധാരണയായി ഒരു വ്യക്തിക്ക് 2 ദിവസത്തിൽ കൂടുതൽ മൈഗ്രെയിൻ വേദന ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത്തരം ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. പലപ്പോഴും മൈഗ്രെയിൻ വേദന ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഒരു ഹാങ് ഓവർ അനുഭവപ്പെടുന്നു. മൈഗ്രെയിൻ വേദന വളരെ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ചിലരുടെ ഓർമ്മശക്തി ദുർബലമാകുകയും അവർ കാര്യങ്ങൾ മറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഡോക്ടറെ സമീപിക്കേണ്ടത് എപ്പോൾ? മൈഗ്രെയിൻ ഗുരുതരമായ പ്രശ്നമാണെങ്കിലും ഇക്കാര്യത്തിൽ ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പലരും കരുതുന്നില്ല. വാസ്തവത്തിൽ തലവേദനയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ. പക്ഷേ നിങ്ങൾക്ക് പതിവായ മൈഗ്രെയിൻ പ്രശ്നമുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. നിങ്ങൾക്ക് ഇടയ്ക്കിടെ തലവേദന തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക തന്നെ വേണം. മൈഗ്രെയിന്റെ ലക്ഷണങ്ങൾ: മൈഗ്രെയിൻ സാധാരണമായി തലയുടെ ഒരു ഭാഗത്ത് ആരംഭിക്കുന്നു. മൈഗ്രെയിൻ തലവേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് ഇല്ലാതെ വരുന്നു. കണ്ണുവേദന, ഓക്കാനം, ഛർദി ഇവ അവർക്ക് അനുഭവപ്പെടാറുണ്ട്. പ്രകാശം, ശബ്ദം, ഗന്ധം എന്നിവയിലെ മാറ്റങ്ങളോട് ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. മൈഗ്രെയിൻ തലവേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഓറ അനുഭവപ്പെടുന്നു. അവർക്ക് താൽക്കാലിക സംവേദനക്ഷമത നഷ്ടപ്പെടുന്നു. മൈഗ്രെയിൻ വേദന കാരണം നന്നായി ഉറങ്ങാൻ കഴിയുന്നില്ല. ക്ഷീണം തോന്നുമെങ്കിലും പക്ഷെ ഉറങ്ങാൻ കഴിയുകയില്ല. മൈഗ്രെയിൻ സമയത്ത് കണ്ണുകളിൽ കടുത്ത വേദന ഉണ്ടാകാറുണ്ട്. തലവേദനയ്ക്കൊപ്പം ഓക്കാനം, ഛർദി എന്നിവയും മൈഗ്രെയിന്റെ ലക്ഷണങ്ങളാണ്. മൈഗ്രെയിൻ സമയത്ത് മാനസിക മാറ്റങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. ചില രോഗികൾക്ക് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ വളരെ സങ്കടം തോന്നുന്നു, അല്ലെങ്കിൽ അമിതമായ കോപം ഉണ്ടാകുന്നു. മൈഗ്രെയിൻ വേദന ഉണ്ടാകുന്നതിന് മുമ്പ് ചിലരിൽ ഭക്ഷണത്തോടുള്ള ആസക്തി വർദ്ധിക്കും. പെട്ടെന്നുള്ള കഴുത്തുവേദന, കഴുത്തുഞെരക്കം, ആശയക്കുഴപ്പം, അപസ്മാരം, കാഴ്ചമങ്ങൽ, അനങ്ങുമ്പോൾ തലവേദന വർദ്ധിക്കുക എന്നിവയും മൈഗ്രെയിന്റെ ലക്ഷണങ്ങളാണ്. മൈഗ്രെയിനെ പറ്റിയുള്ള സംശയങ്ങളും തെറ്റായ ധാരണകളും മാറിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.